പേരുകൾ വീതം 1465 പോയിന്റുകൾക്ക് നിങ്ങൾ സാധനങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. ഉച്ചയ്ക്ക് 1:55. ക്യാപ്റ്റൻസി മത്സരാർത്ഥികളെ കണ്ടെത്താനുള്ള സമയമാണ്. ഈ ആഴ്ച ടാസ്കുകളിലും പൊതുവായ പ്രവർത്തനങ്ങളിലും വളരെ മികച്ചു നിന്നു എന്ന് തോന്നുന്ന 3 പേരെയാണ് എല്ലാവരും ചേർന്ന് തിരഞ്ഞെടുക്കേണ്ടത്. ഓരോരുത്തരും 2 പേരുകൾ വീതം കാരണസഹിതം പറയുക. ആര്യൻ ആൻഡ് ജിസേൽ. കാരണം ഡാർക്ക് റൂമിൽ പോവാത്തതിന്റെ മെയിൻ റീസൺ ഇവർ 2 പേരാണ്. സോ ആര്യൻ ആൻഡ് ജിസേൽ. ഞാൻ ആര്യൻ ആൻഡ് അഭിലാഷ് ഏട്ടനെ സജസ്റ്റ് ചെയ്യും. ബിക്കോസ് രണ്ടുപേരും നല്ല പ്ലെയേഴ്സാണ്. ടാസ്കിലായാലും എല്ലാത്തിലും നല്ലതാ. ആര്യനെ സെലക്ട് ചെയ്യുന്നു ആൻഡ് അപ്പാനി ചേട്ടനെ സെലക്ട് ചെയ്യുന്നു. ആര്യൻ എല്ലാ ഗെയിമിലും ഭയങ്കര ഇമ്പൾസീവാണ്. അപ്പാനി ചേട്ടൻ ഗുഡ് ലിസണറാണ്. അഭിലാഷ് ഏട്ടൻ. രണ്ടാമത്തത് ആര്യൻ. രണ്ടുപേരും നല്ലോണം എഫേർട്ട് ഇട്ട് കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് എടുക്കാൻ കേപ്പബിൾ ആണെന്ന് തോന്നുന്നുണ്ട്. അഭിലാഷ് കാര്യങ്ങളെല്ലാം നന്നായിട്ട് പറയുന്ന ഒരാളാണ്. രണ്ടാമത്തത് ആര്യ. ആര്യ എല്ലാവർക്കും അറിയാം, ടാസ്ക് ഒക്കെ നന്നായിട്ട് ചെയ്യുന്ന ഒരാളാണ് ആര്യ. രണ്ടുപേരും. ഞാൻ പറയുന്നത് അഭിലാഷിനെയാണ്. കാരണം ഈ പറഞ്ഞതുപോലെ ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഉറക്കെ എല്ലാവരുടെ ഒരു സോൾവ് ചെയ്യുന്ന പോലെ തോന്നിയിട്ടില്ല. സെപ്പറേറ്റ് സോൾവ് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങൾ ഒറ്റയ്ക്കുള്ളൊരു കമാൻഡിങ് എങ്ങനെ ഉണ്ടെന്നൊന്ന് കാണുന്നുള്ളത് കൊണ്ടും. പിന്നെ രണ്ടാമത്തത് ആര്യൻ ഭയങ്കര ഗെയിമറാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ എല്ലാം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു നോക്കാൻ വേണ്ടിയിട്ട്. ഞാനും പറയുന്ന ആര്യനെയും അഭിലാഷിനെ തന്നെയാണ്. ആര്യനെ സംബന്ധിച്ച് നല്ല പ്ലെയറാണ്. അഭിലാഷ് ഈ പറഞ്ഞ പോലെ തന്നെ എല്ലായിടത്തും ഒന്ന് കണ്ണെത്തുന്നുണ്ട്, കയ്യെത്തുന്നു, മീൻസ് എല്ലാത്തിലും ഇടപെടുന്നുണ്ട്, അത് കാണുന്നുണ്ട്. ഞാൻ വൺസ് അഗൈൻ ഒരെണ്ണം അഭിലാഷ് ആയിരിക്കും. ആൻഡ് ഒരെണ്ണം ഐ വിൽ ഗിവ് ജിസേൽ. അഭിലാഷ് ബിക്കോസ് ഐ തിങ്ക് എല്ലാവരുടെ നിന്നും എന്തെങ്കിലും റിവ്യൂസ് വന്നാൽ അവൻ കേൾക്കുകയും ചെയ്യും, റിപ്ലൈ ചെയ്യുകയും ചെയ്യും. ജിസേൽ ബിക്കോസ് അടിപൊളി ഗെയിമറാണ്. നമ്മുടെ ഫുഡ് ടീമിന്റെ ക്യാപ്റ്റൻ അടിപൊളി ചെയ്തു. ഞാൻ ഫസ്റ്റ് ആര്യൻ, സെക്കൻഡ് ജിസേൽ. രണ്ടുപേരും ഒരാളെ മാറ്റി നിർത്തി കാര്യങ്ങൾ സംസാരിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു ഗ്രൂപ്പിലേക്ക് വന്ന് ആ ഗ്രൂപ്പിൽ എല്ലാവരെയും ഒരുമിച്ച് നിർത്തുക എന്നുള്ളതാണ് ഈ ബിഗ് ബോസിനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. അല്ലാതെ പേഴ്സണലി ഒരു വ്യക്തിയെ മാറ്റി നിർത്തി സംസാരിച്ച് അവരെ കൺവിൻസിങ് ആക്കുക എന്നുള്ളതിനേക്ക് എനിക്ക് താല്പര്യമില്ല. ഞാൻ ഫസ്റ്റ് ആര്യൻ്റെ പേര് പറയും. കാരണം ആര്യൻ ഫിസിക്കൽ എല്ലാ കാര്യത്തിലും വൻ അടിപൊളിയാണ്, നമുക്കതിനകത്ത് ഒന്നും പറയാനില്ല. പക്ഷേ ബാക്കി കാര്യങ്ങൾ വരുമ്പോൾ ആര്യൻ എങ്ങനെയാണ് എല്ലാവരെയും ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് കമാൻഡ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യും, എല്ലാം ബാലൻസ് ചെയ്യും എന്ന് അറിയാനായിട്ട് എനിക്കൊരു ആഗ്രഹമുണ്ട്. സോ അതിൽ ആര്യൻ എങ്ങനെയാണെന്ന് അറിയണം. രണ്ടാമത് ശരത്തേട്ടനാണ്. കാരണം എനിക്ക് തോന്നുന്നു ചെയ്തിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസിലും എല്ലാ ടാസ്കിലും എല്ലാ കാര്യങ്ങളിലും 100% കൊടുക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. സോ ശരത്തേട്ടൻ. Okay, so first is Aryan because he's been number 1 in all the tasks. പിന്നെ രണ്ടാമത് അഭിലാഷ് because he is very understanding, like you know whatever നമുക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇവനോട് പറഞ്ഞാൽ ഇവൻ അറ്റ്ലീസ്റ്റ് കേൾക്കും. ഞാൻ പറയുന്നത് ഒന്ന് ജിസൈൽ, ഒന്ന് ശരത്ത് അപ്പാനി. കാരണം രണ്ടുപേരും ആരെയും പ്ലേസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടൊന്നും നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. രണ്ടുപേരും നിലപാടുകൾ തുറന്ന് തന്നെ പറഞ്ഞ് മറ്റുള്ളവർക്ക് എന്താ പറയുക, അതിൻ്റെ കൂടെ തന്നെ ഒരു മാനസികപരമായിട്ടുള്ള പല കാര്യങ്ങളും രണ്ടുപേരും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓഫ്കോഴ്സ് അഭിലാഷ് നിലവിലെ ക്യാപ്റ്റൻ എന്ന നിലയിൽ എനിക്ക് ഒരുപാട് സജഷൻസ് പറഞ്ഞു തരുന്ന ഒരാളാണ്. പെർഫോമൻസ് വൈസിലും ആൾ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. രണ്ടാമതായി ഞാൻ നവീനെ തിരഞ്ഞെടുക്കും. പെർഫോമൻസ് വൈസിലും നവീൻ ആ കോയിൻ എടുക്കുന്ന കാര്യത്തിലും നവീൻ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പുറമെ ഒരു ക്യാപ്റ്റൻസിയുടെ ഭാരം എന്താണെന്നും ഉത്തരവാദിത്വം എന്താണെന്നുള്ളതും നവീൻ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. എല്ലാം ഒരു കളിയായിട്ടെടുക്കുന്ന, എല്ലാം ഒരു കുട്ടിക്കളിയായിട്ട് എടുക്കുന്ന നവീൻ എങ്ങനെ ഈ വീട് കൊണ്ടുപോകും, ബിഗ് ബോസ് ഹൗസ് കൊണ്ടുപോകും എന്നുള്ളത് എനിക്കൊന്ന് കാണാം. ഞാൻ രണ്ടുപേരെ ചൂസ് ചെയ്യുന്നത് ഒന്ന് ആര്യൻ, ജിസേൽ. കാര്യം രണ്ടുപേരും നന്നായിട്ട് ഏറ്റവും മാക്സിമം അവരുടെ ഇൻപുട്ട് ഈ ഫിസിക്കൽ ഗെയിംസിലായിക്കോട്ടെ, അതല്ലാതെ ഇടപെടലുകളിലായാലും, പിന്നെ കിച്ചൺ ടീം വലിയ പാടുള്ള സംഭവമാണ്. ഇവർക്ക് രണ്ടുപേർക്കും അധികം നന്നായിട്ടൊന്നും കുക്ക് ചെയ്യാൻ അറിയാത്ത രണ്ടുപേരാണ്. പക്ഷേ ഈ കഴിഞ്ഞ വീക്കിൽ നമ്മളെല്ലാവരെയും മാക്സിമം അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ കുക്ക് ചെയ്ത് നമ്മളെ മാക്സിമം നമുക്ക് എല്ലാവർക്കും വയറ് നിറച്ച രണ്ടുപേരാണ്. ഞാൻ ഫസ്റ്റ് ദിവസം തന്നെ ജിസേലിൻ്റെ വേഗത്തേക്ക് ചാടിക്കറിയപ്പോഴത്തേക്കാണ് പുള്ളിക്കാരത്തിയുടെ പൊട്ടൻഷ്യൽ അറിഞ്ഞത്. ഞാൻ വിചാരിച്ചു തൊട്ടാപ്പൊട്ട് ഇംഗ്ലീഷ് മൊട്ടയാന്നുള്ള രീതിയിൽ ഇവിടെ വന്ന് വെറുതെ സേഫ് ഗെയിം കളിച്ച് നടക്കുന്ന വെറും ഒരു സ്ത്രീ കഥാപാത്രമാവുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അങ്ങനെയല്ല. പിന്നെ എനിക്ക് അറിയാം ഇവിടെ ഏറ്റവും കൂടുതൽ 100% ജിസൈൽ തന്നെയാണ് ക്യാപ്റ്റനായിട്ട് വരേണ്ടത്. ഈ വീട് ഭരിക്കണമെന്നും ഒരാഴ്ച കേട്ടോ, ഒരു 1 വീക്ക് ഭരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ രണ്ടാമത്തെ പേര് ഓഫ് കോഴ്സ് എക്സ്ക്യൂസ് മീ അഭിലാഷ് നിങ്ങൾ തന്നെയാണ്.
പിന്നെ പുള്ളിക്ക് ഒരുപാട് ക്യാപ്റ്റനായിട്ടുണ്ടെങ്കിൽ കുറേ ഐഡിയാസ് ഉണ്ട്. മുൻ ക്യാപ്റ്റന് പോലും പറഞ്ഞു കൊടുത്ത ഐഡിയാസ് ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു, ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഐ ഫീൽ ദാറ്റ് ഓക്കെ ആര്യനെയാണ്. കാരണം എല്ലാ ടാസ്കുകളിലും 100% ഇൻപുട്ട് ഇട്ടിട്ടാണ് ആര്യൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ആൻഡ് അടുത്ത ജിസേലിനെയാണ്. എല്ലാ ടാസ്കുകളും 100% ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ തന്നെ എല്ലാവരെയും ഒരു ടീം അംഗം എന്ന നിലയിൽ എല്ലാവരോടും ഒത്തുപോകുന്ന ഒരു ക്യാരക്ടറായിരുന്നു. ആരൊക്കെയാണ് ആ 3 പേർ? ഷാനവാസ്, Aryan. അഭിലാഷ് second. ജിസേൽ. I'm the third one, yeah. 3 പേർക്കും അഭിനന്ദനങ്ങൾ. താങ്ക് യു ബിഗ് ബോസ്.